ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്റെ ഒരു ചോദ്യം ഞാൻ രാജലക്ഷ്മിക്ക് അങ്ങ് കൊടുക്കാം. തീർച്ചയായിട്ടും. അതായത് ചോദ്യമല്ല, ഒരു വിശേഷമാണ്. നമുക്ക് എപ്പോഴും കേൾക്കാൻ ആഗ്രഹമുള്ള, അറിയാൻ ആഗ്രഹമുള്ള വിശേഷം. അത് നാഷണൽ അവാർഡിന് നോമിനേഷൻ കിട്ടി. കുട്ടി സ്ട്രാങ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു നോമിനേഷനിൽ വരെ എത്തി. ഫൈനൽ വരെ എത്തുമ്പോൾ ആ സമയത്ത് ചില കോൾസ് ഒക്കെ വന്നു കാണുമല്ലോ. അപ്പോൾ ആ സമയത്തുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥ, ഒരു വെപ്രാളം, വിഭ്രാന്തി എന്നൊക്കെ പറഞ്ഞ ഒരു ഇതുണ്ടാവല്ലോ, അതെന്തായിരുന്നു? അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ, ആരും വിളിച്ചില്ല? അല്ല, കാരണം അത് ഞാൻ അറിഞ്ഞത് പത്രത്തിൽ നിന്നാണ്. അതുകൊണ്ട് അത് നാഷണൽ അവാർഡിന് എൻ്റെ പാട്ട് പോയതോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. കുട്ടി സ്രാങ്കിലെ ആലാപനത്തിന് രാജലക്ഷ്മി എന്ന ഗായിക അവസാന റൗണ്ട് വരെ പരിഗണിച്ചിരുന്നു എന്ന്. അപ്പോഴാണ് ഈ പറഞ്ഞ, അപ്പോഴെനിക്കിങ്ങനെ അയ്യോ, അതൊരു ഭയങ്കര അതിശയം. അപ്പം അങ്ങനെ പേപ്പറിൽ എൻ്റെ പേര് വന്നോണ്ട് അപ്പം ഒരുപാട് പേര് വിളിച്ചു. അയ്യോ, ഇതൊരു വലിയ കാര്യമാണല്ലോ ഇത്രയും എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ. അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമാക്കി അല്ലെ. അവസാനം വരെ മത്സരിച്ച് നമ്മൾ ആ ഒരു സമ്മാനത്തിലേക്ക് എത്തി. അത് പ്രതീക്ഷയുണ്ടായിരുന്നു? അതായത് ഈ ഒരു പാട്ട് സ്റ്റേറ്റ് അവാർഡിന് അയക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കിട്ടും, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അതും എനിക്ക് അങ്ങനെ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡിനൊക്കെ പോകുമ്പോൾ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ന്യൂസിലൂടെ ഒക്കെ വരുമല്ലേ. ആ സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റേറ്റ് അവാർഡിന് പോയതും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഒരു തവണ ഇതിൻ്റെ ഡയറക്ടർ അദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എൻ്റെ പേര്, ഫുൾ നെയിം, അപ്പോഴും എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് അവിടെ സദ്യ ഉണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അനൗൺസ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അമൃത TV-യിൽ വർക്ക് ചെയ്യണ ഷിബു ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, എടേ രാജലക്ഷ്മി നിൻ്റെ ഭാര്യ അല്ലാതെ വേറെ വല്ല പാട്ടുകാരികളുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല. എന്നാ അവക്കാണ് സ്റ്റേറ്റ് അവാർഡ്. അടിച്ചു പോലെ. നമുക്ക് എന്തായാലും അവാർഡ് കിട്ടിയ പാട്ട്, ജനകൻ സിനിമയിലെ ആ പാട്ട് ഒരു 2-3 വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഒളിച്ചിരുന്നേ, ഒന്നിച്ചൊളിച്ചിരുന്നേ, മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ, മിണ്ടിപ്പറഞ്ഞേ, എന്തോ മെല്ലെ പറഞ്ഞേ, ചുറ്റിപ്പായും വണ്ടോടൊപ്പം മൂളിപ്പറഞ്ഞേ.